ബലിതർപ്പണ ചടങ്ങുകളിൽ കാക്കകൾക്ക് ബലിച്ചോറ് നൽകുന്നതിന് ഹൈന്ദവ വിശ്വാസത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. ഇത് കേവലം ഒരു ആചാരത്തിനപ്പുറം ആഴത്തിലുള്ള വിശ്വാസങ്ങളെയും സങ്കല്പങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ളതാണ്. കാക്കകളെ പിതൃക്കളുടെ പ്രതിരൂപങ്ങളായിട്ടാണ് ഹൈന്ദവ വിശ്വാസികൾ കണക്കാക്കുന്നത്. മരിച്ചവരുടെ ആത്മാക്കൾ കാക്കയുടെ രൂപത്തിൽ വന്ന് ബലി സ്വീകരിക്കുന്നു എന്നാണ് പൊതുവെയുള്ള വിശ്വാസം. അതുകൊണ്ടാണ് ബലിച്ചോറ് കാക്കകൾക്ക് നൽകുന്നത്. കാക്കകൾ വന്ന് ബലിച്ചോറ് കൊത്തിക്കൊണ്ടു പോകുമ്പോൾ പിതൃക്കൾക്ക് തർപ്പണം ലഭിച്ചുവെന്നും അവർ തൃപ്തരായി എന്നും വിശ്വസിക്കപ്പെടുന്നു. ഇത് മരിച്ചവരുടെ ആത്മാവിന് ശാന്തി ലഭിക്കുന്നതിന്റെ അടയാളമായി കരുതുന്നു. യമധർമ്മരാജനുമായി കാക്കകളെ ബന്ധപ്പെടുത്തുന്ന വിശ്വാസങ്ങളുമുണ്ട്. യമന്റെ ദൂതന്മാരായാണ് കാക്കകളെ ചിലർ കാണുന്നത്. അതിനാൽ കാക്കകൾക്ക് ബലി നൽകുന്നതിലൂടെ യമനിലൂടെ പിതൃക്കൾക്ക് ഭക്ഷണമെത്തുന്നുവെന്നും അവർക്ക് മോക്ഷം ലഭിക്കുന്നുവെന്നും വിശ്വസിക്കപ്പെടുന്നു. കൂടാതെ ബലിതർപ്പണം എന്ന കർമ്മത്തിന്റെ പൂർണ്ണതയ്ക്ക് കാക്കകൾ ബലി സ്വീകരിക്കുന്നത് അത്യാവശ്യമാണെന്ന് കരുതപ്പെടുന്നു. കാക്കകൾ ബലി സ്വീകരിക്കാതിരുന്നാൽ പിതൃക്കൾക്ക് തൃപ്തി വന്നിട്ടില്ലെന്നും അവർക്കെന്തെങ്കിലും അതൃപ്തിയുണ്ടെന്നും വിശ്വസിക്കുന്നവരുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ ആത്മാവിന് ശാന്തി ലഭിക്കാനായി പ്രത്യേക പൂജകളും പ്രാർത്ഥനകളും നടത്താറുണ്ട്. ദുർമരണം സംഭവിച്ചവരുടെ ആത്മാക്കൾ അലഞ്ഞുതിരിയുന്നു എന്ന വിശ്വാസവും ബലിച്ചോറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അത്തരം ആത്മാക്കൾക്ക് ശാന്തി ലഭിക്കാനും അവർക്ക് മോക്ഷം നൽകാനും കാക്കകൾക്ക് ബലി നൽകുന്നത് സഹായിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു. ഇത് പൂർവികരുടെ അനുഗ്രഹം ലഭിക്കാനും കുടുംബത്തിന് ഐശ്വര്യമുണ്ടാകാനും കാരണമാകുമെന്നും ഹൈന്ദവർ വിശ്വസിക്കുന്നു. ചുരുക്കത്തിൽ, കാക്കകൾക്ക് ബലിച്ചോറ് നൽകുന്നതിലൂടെ പിതൃക്കളോടുള്ള കടപ്പാട് നിറവേറ്റുകയും അവരുടെ ആത്മാവിന് ശാന്തി ലഭിക്കുകയും അതുവഴി ജീവിച്ചിരിക്കുന്നവർക്ക് അനുഗ്രഹം ലഭിക്കുകയും ചെയ്യുമെന്നാണ് ഹൈന്ദവ വിശ്വാസം.